വെരി 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 ഗുഡ് മോർണിംഗ് ആഗോള മലയാളികളെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു. എൻ്റെ മാനസിക ശാരീരിക ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്തമാണെന്ന ടാഗ് ലൈനോടെ ഇന്നത്തെ മോർണിംഗ് വാക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ നിൽക്കുന്നത് കൊച്ചിയിലെ എറണാകുളത്തെ ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ്. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഭൂമിയാണ്. ഒപ്പം തന്നെ ഇന്ന് ശിവക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 7ാം ദിവസമാണ്, നാളെ 8ാം ദിവസം വലിയ വിളക്കും മറ്റന്നാൾ ആറാട്ടുമാണ്. അപ്പൊ അതിന്റെ ഒരു ഓളമുണ്ട് രാവിലെ. പക്ഷെ രാത്രിയിലെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ പേരൊക്കെ ഇവിടെ കിടന്നുറങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ നിൽക്കുന്ന സ്ഥലം അതാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പ്രാധാന്യമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ക്രിസ്റ്റീന, ഇന്നത്തെ ദിവസത്തിന് വളരെ ഒരു രണ്ട് പ്രത്യേകതകളാണ്. ഒന്ന്, ക്രിസ്റ്റീനയ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, നമ്മുടെ സംസ്ഥാന ബജറ്റിന്റെ ദിവസമാണിന്ന്. മറ്റൊന്ന്, ഇന്ന് റോസ് ഡേ ആണ്. വാലന്റൈൻസ് വീക്ക് തുടങ്ങുന്ന ദിവസമാണ് ഇന്ന്. റോസ് ഡേ ആണ്. അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് ആ പരസ്പരമുള്ള ഇഷ്ടം ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായിട്ട് നല്ല ചുവന്ന റോസാപുഷ്പങ്ങൾ നൽകുക. പ്രണയം പറയാനാണെങ്കിൽ മഞ്ഞ റോസാപ്പൂ നൽകുക. അങ്ങനെ റോസസ് ആയിരിക്കട്ടെ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ആ റോസാപുഷ്പങ്ങളുടെ മനോഹരമായ ഒരു ഭംഗിയും, ഒപ്പം തന്നെ ഇപ്പോഴത്തെ റോസാപ്പൂവിന് ഗന്ധമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ നാടൻ റോസാപ്പൂവിന് നല്ല മണമാണ്. അപ്പൊ മണവും സുഗന്ധവും ഒക്കെ നിറഞ്ഞ ഒരു നല്ല ദിവസമാണ് ആശംസിക്കുന്നത്. ഇന്ന് മകരമാസം 25-ാം തീയതിയാണ്, ഫെബ്രുവരി 7-ാം തീയതി അല്ലെ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും, നമുക്കറിയാം നമ്മുടെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് എപ്പോഴും ഇലകൾ പോലെ ആകണമെന്നാണ് പറയുന്നത്. അത് എത്ര പൊഴിഞ്ഞാലും വീണ്ടും വരും എന്ന് പറയുന്ന പോലെ നമ്മുടെ പ്രതീക്ഷകൾ തളിരിടുന്ന സമയമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഉറക്കത്തിൽ നിന്നൊക്കെ ചാടി എഴുന്നേറ്റ് വന്നവർ കാണും. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കമന്റ് ബോക്സിൽ ഹാജരാകുക. കാഴ്ചകൾ, വാർത്തകൾ, വർത്തമാനം. മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാന ബജറ്റ് വാർത്തകളിലേക്കാണ്. ഒരു വറുതിക്കാലത്തെ ബജറ്റാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും പ്രതീക്ഷകളുടെ സംസ്ഥാന ബജറ്റ്. അപ്പൊ ഇന്ന് ബജറ്റാണ്. ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം. കേന്ദ്രത്തിൽ നിന്ന് അവഗണന എന്നുള്ള പരാതികളെല്ലാം ഉയരുമ്പോഴും ഇന്ന് സംസ്ഥാന ബജറ്റ് അത് ഏത് രീതിയിലാകും? കാരണം ക്ഷേമ പെൻഷൻ വർദ്ധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറുതായ ഒരു എമൗണ്ടെങ്കിലും വർദ്ധിപ്പിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അത് വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് സാധാരണക്കാർക്കുള്ളത്. ഒപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതി, പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിന്റെ അതിന്റെ പണം, അതിനുള്ളത് എങ്ങനെ വിനിയോഗിക്കും, ഏത് രീതിയിലാകും അത് നീക്കിവെക്കുക, അത്തരം കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനെയുള്ള ഒരു ബജറ്റാണ്. ധനമന്ത്രി KN ബാലഗോപാലാണ് ബജറ്റ് അവതരിപ്പിക്കുക. ബജറ്റ് ദിവസം എന്തൊക്കെ പറഞ്ഞാലും കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിന്റെ ആ നടപടിക്രമങ്ങളൊക്കെ രാവിലെ മുതൽ അത് രസകരമാണ്, കൗതുകവും കൂടിയാണ് അല്ലെ. പക്ഷെ അങ്ങനെ കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറയുന്നു എന്നൊരു വിഷമം എനിക്കുണ്ട്. എല്ലാവരും തന്നെ ബജറ്റ് കാണണം എന്ന എൻ്റെ ഒരു പ്രത്യേക അഭ്യർത്ഥന കൂടിയുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നത്. അലക്സ്, വെരി 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 ഗുഡ് മോർണിംഗ്. ഒരു വറുതിക്കാലത്തെ ബജറ്റാണ്. കേന്ദ്രത്തോട് ചോദിച്ചത് കിട്ടിയില്ല. മുണ്ടു മുറുക്കി കൊടുത്തൊരു സംസ്ഥാന ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതേസമയം തന്നെ 2 തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങളൊന്നും മാറ്റിവെക്കാൻ ധനമന്ത്രിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഒരു ജനപ്രിയ ബജറ്റ് എന്ന രീതിയിലേക്ക് ധനമന്ത്രി പോകും? സ്മിത, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഈ ബജറ്റ് ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ തന്റെ 5ാമത് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി വിലയിരുത്തേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന പരാതി സംസ്ഥാന സർക്കാരിനുണ്ട്. അതുമാത്രമല്ല, കേന്ദ്ര ബജറ്റിൽ ഏതാണ്ട് 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും നൽകിയില്ല എന്ന വിമർശനവും പ്രതിഷേധവും സംസ്ഥാന സർക്കാരിന് നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിൻ്റെ തനതായ വികസന പദ്ധതികൾ അതിനെന്ത് സംസ്ഥാന സർക്കാർ മാറ്റിവെക്കും എന്ന ചോദ്യമുണ്ട്. ധനമന്ത്രി ബാലഗോപാൽ തന്നെ പറയുന്നു, താൻ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞ ഈ വർഷങ്ങളിലെല്ലാം, താൻ മന്ത്രിയായിരുന്ന കാലയളവിലെല്ലാം തനിക്ക് മുമ്പിൽ വരുന്ന കൃത്യമായ കണക്കു പരിശോധിച്ചുകൊണ്ടുള്ള ബജറ്റായിരിക്കും, ആ വിലയിരുത്തലായിരിക്കും താൻ അല്ലെങ്കിൽ ബജറ്റിൽ ഉൾപ്പെടുത്തുക. ജനങ്ങൾക്ക് അനാവശ്യമായ വാഗ്ദാനം താൻ ഇതുവരെ നൽകിയിട്ടില്ലെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ, ഒന്ന് 2ാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ്. മറ്റൊന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന 1 വർഷം കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് തന്നെ ഉടനടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുന്നു. സ്വാഭാവികമായി ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന എന്തൊക്കെ പദ്ധതികൾ ഈ സമ്പൂർണ്ണ ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരും ധനമന്ത്രി KN ബാലഗോപാൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉയരുന്നത്. അതിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം
ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഇടതു സർക്കാർ LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത് ക്ഷേമ പെൻഷൻ അത് 2500 രൂപയായി പ്രതിമാസ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നതാണ് പ്രകടന പത്രികയിൽ LDFിൻ്റെ വാഗ്ദാനം. നിലവിൽ 1600 രൂപയാണ് ക്ഷേമ പെൻഷനായി നൽകുന്നത്. 200 മുതൽ 300 രൂപ വരെ അതിന് കേന്ദ്ര ഫണ്ട്, അതായത് കേന്ദ്ര വിഹിതമായി മാറ്റിവെച്ചാൽ പോലും ബാക്കി തുക സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. അതിൽ എത്രത്തോളം വർധനയുണ്ടാകുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ചോദ്യം. നേരത്തെ ക്രിസ്റ്റീന സ്മിതയും ചോദിച്ചതുപോലെ ആരൊക്കെയാണ് ബജറ്റിൽ കാതോർത്തിരിക്കുന്നത്, ബജറ്റ് കാണാൻ കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഏതാണ്ട് 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എത്ര രൂപയാണ് അവർക്ക് വർധന ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 100 മുതൽ 200 രൂപയുടെ വരെ പ്രതിമാസ വർധനയ്ക്ക് ആലോചിക്കുന്നുണ്ട്. അപ്പോഴും 150 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശുപാർശ ധനമന്ത്രിക്ക് മുന്നിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു ജനകീയ പദ്ധതി ആയതിനാൽ തന്നെ അതിൽ കൃത്യമായൊരു ഇടപെടലും പ്രഖ്യാപനവും സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകും എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്, പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ ഇനിയും പണം നൽകിയിട്ടില്ല. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഏതാണ്ട് 2000 കോടി രൂപ സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക പാക്കേജായി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതിൽ നിരാശയായിരുന്നു ഫലം. പക്ഷേ സംസ്ഥാനം തനതായി തന്നെ ആ പുനരധിവാസം നടത്തുമെന്ന പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. അതിനുള്ള പണം സംസ്ഥാന സർക്കാർ കണ്ടെത്തും. അതെങ്ങനെ കണ്ടെത്തും എന്നുള്ളതിൻ്റെ ഉത്തരം പോലും ഒരുപക്ഷേ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. നികുതി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പിഴത്തുക, ഫീസ്, ഭൂമിയുടെ ന്യായവിലയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ മാത്രമേ തനതായ വരുമാനം, സംസ്ഥാനത്തിൻ്റെതായ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായ ബോധ്യം ധനമന്ത്രി KN ബാലഗോപാലിന് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ്. ഒരുപക്ഷേ ഈ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മലയോര മേഖലയിലേക്കുള്ള അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പം ഈ വനം വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് പ്രത്യേക പാക്കേജിൽ പണം അനുവദിക്കാൻ സാധ്യത നിലനിൽക്കുന്നു. വിഴിഞ്ഞം പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടാൻ സർക്കാർ നിൽക്കുമ്പോൾ വിഴിഞ്ഞത്തിനോടുള്ള അനുബന്ധ വികസന പദ്ധതികൾക്കുള്ള പ്രഖ്യാപനങ്ങൾ നിലനിൽക്കുന്നു. വലിയ പ്രതീക്ഷയിലാണ് എന്തായാലും സംസ്ഥാനം ഈ സംസ്ഥാന ബജറ്റിനെ ഈ വറുതിക്കാലത്ത് ഉറ്റുനോക്കുന്നത്. 9 മണിക്ക് ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. അതുമാത്രമല്ല സംസ്ഥാനത്തെ സാമ്പത്തിക വളർച്ച വ്യക്തമാക്കുന്ന അവലോകനവും ഇന്ന് നിയമസഭയിൽ വയ്ക്കും. ക്രിസ്റ്റീന സ്മിത. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ശ്വാസം മുട്ടിക്കുമ്പോൾ ആ ശ്വാസം മുട്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കാതെ ഈ പറഞ്ഞതുപോലെ ഏത് രീതിയിലാണ് ബജറ്റ് അവതരിപ്പിക്കാൻ സാധിക്കുക? കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ അവതരിപ്പിച്ച പല കാര്യങ്ങളും 50% പിന്നീട് ഈ സാമ്പത്തികമില്ലാത്തതുകൊണ്ട് വെട്ടിക്കുറയ്ക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളെപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളിൽ വിമർശിക്കാറുണ്ട്. അപ്പോൾ ഈ ബജറ്റൊക്കെ വരുമ്പോൾ എന്തൊക്കെയായിരുന്നു പ്രഖ്യാപനം, ആ പ്രഖ്യാപനങ്ങൾ നടക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ. വെറും ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രം ചർച്ച ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ഈ വരവ് ചെലവ് എന്നുള്ളത് നമ്മളൊരു വീട്ടിലാണെങ്കിലും അത് കൃത്യമായി അറിഞ്ഞ് മുന്നോട്ട് പോകുന്നവരെ കണ്ടാൽ അറിയാം. അവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവും, മെച്ചമുണ്ടാവും. അപ്പോൾ അത് കൃത്യമായി അറിയുക. ഈ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ആകുമോ ഇന്നത്തെ ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം എന്നുള്ളത് നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് തന്നെ നമ്മുടെ 24 ഈ തത്സമയ പ്രക്ഷേപണമുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൃത്യമായിട്ട് ഇപ്പൊ ക്രിസ്റ്റീനയാണെങ്കിലും അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിലരൊക്കെ പറയുന്ന ഒരു കാര്യം ബജറ്റൊക്കെ ഇത് കുറച്ച് കട്ടിയാണല്ലോ എന്നാണ്. പക്ഷെ ആ കാലം മാറിപ്പോയി. ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരാനും സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ആളുകളുണ്ട്. നമ്മളിനി പ്രേക്ഷകർ ഒരുപാട് മെസ്സേജസ് അയക്കുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു സ്റ്റോറിയിലേക്ക് പോകണം. ഇത്തവണത്തെ ബജറ്റിലെങ്കിലും പരമ്പരാഗത കയർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നൊരു ചോദ്യമാണുള്ളത്. ഓരോ ബജറ്റിലും പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. ചെറുകിട കയർ നിർമ്മാണ മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് ഏറെ പ്രാധാന്യമുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമോ എന്നാണ് അവരും ഉറ്റുനോക്കുന്നത്. ശരാശരി 50 വയസ്സോ അതിനു മുകളിലുള്ളവരോ ആണ് ചെറുകിട കയർ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ. വർഷങ്ങളായി പുതിയ ഒരു തൊഴിലാളി പോലും ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടില്ല. എത്ര തന്നെ അധ്വാനിച്ചാലും ജീവിക്കാനുള്ള പണം ലഭിക്കില്ല എന്നത് തന്നെയാണ് കാരണം. ഞങ്ങളിവിടെ 6 മാസമായിട്ട് പണിയില്ലാതെ നെട്ടോട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1200 രൂപയുടെ പണി ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കിപ്പോൾ 600 രൂപയുടെ പണി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ 6 മാസം ഇരുന്നതിനകത്തുള്ള ഞങ്ങളിപ്പോൾ പാസ്സായിക്കൊണ്ടിരിക്കുന്ന അടുപ്പിനകത്ത് മോശമെന്ന അടുക്കാണ് ഈ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി കയർ മേഖല.
കയർ ഉൽപാദനം ആധുനീകരിക്കാൻ പദ്ധതികൾ പലതും പ്രഖ്യാപിക്കപ്പെടുന്നുണ്ടെങ്കിലും ലക്ഷ്യം പൂർണ്ണമായിട്ടില്ല. ചകിരി ആവശ്യാനുസരണം ലഭ്യമാക്കാനുള്ള പദ്ധതികളും സർക്കാർ നടപ്പാക്കുന്നില്ല. കയറിന്റെ വില യഥാസമയം ലഭിക്കാത്തത് സംഘങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുമുണ്ട്. പല യൂണിറ്റുകളിലും ക്വിന്റൽ കണക്കിന് കയറും കയർ ഉൽപ്പന്നങ്ങളുമാണ് കെട്ടിക്കിടക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ചരിത്രത്തിന് ഓർഡറില്ല, പണിയുമില്ല, ചെയ്യാൻ ആളുമില്ല. അപ്പം കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഈ അവസ്ഥ ഇതൊക്കെ തന്നെ. ഇതിപ്പോൾ പണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിലൊന്നും വരുന്നില്ലെന്ന്. ഇത് നമ്മൾ കുറേ വർഷമായിട്ട് അങ്ങനെ ബഡ്ജറ്റ് കുറേ കയറിന് അനുവദിച്ചിട്ടുണ്ട്. നമുക്കൊന്നും കിട്ടണമെന്നില്ല. ഒരു വകുപ്പും ഇല്ല, ജീവിക്കാൻ മുന്നോട്ട് പോകുന്ന അവസ്ഥ വളരെ മോശം. ഇപ്പോൾ തോമസ് ഐസക് ഇരുന്ന സമയത്താണെങ്കിലും ഒന്നും ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല. ഇതേ കണക്കിന് ഇപ്പോഴത്തെ മന്ത്രിക്ക് ഇതൊന്നും അറിയത്തില്ലെന്നാണ് പുള്ളി തന്നെ പറയുന്നത്. അപ്പോൾ അതേ കണക്ക് എന്തെങ്കിലും അറിവുള്ളവരെയൊക്കെ മന്ത്രിയാക്കി കഴിച്ചിരുന്ന ഇതിൽ എന്തെങ്കിലും ഒരു മെച്ചം വന്നേനെ. കയർ മേഖലയിലെ തൊഴിലാളികളെ കൈപിടിച്ചുയർത്താൻ ഇടത് സർക്കാരും വേണ്ടത് ചെയ്യുന്നില്ല എന്നതാണ് വിമർശനം. കയർ വകുപ്പ് മന്ത്രി പി രാജീവിനെതിരെ നിരന്തരം CPI നേതാക്കൾ വിമർശനം ഉന്നയിക്കാറുണ്ട്. ഇത്തവണത്തെ ആലപ്പുഴ CPIM ജില്ലാ സമ്മേളനത്തിൽ കയർ മന്ത്രി പി രാജീവിനെതിരെ കടുത്ത വിമർശനമുണ്ടായി. ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടതിന് പിന്നിലും കയർ മേഖലയോടുള്ള അവഗണനയാണെന്ന വിലയിരുത്തൽ പാർട്ടിക്കുമുണ്ട്. ഇത് സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അവരുടെ ബഡ്ജറ്റിൽ 2 ഗവൺമെന്റും കൂടി ഒരു 5 കോടി രൂപ എങ്കിലും ഇതിൽ മാറ്റിവെച്ചിട്ട് ഒരു സമഗ്ര പുനരുദ്ധാരണം നടത്താൻ ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ള ശ്രമങ്ങൾക്ക് ആത്മാർത്ഥതയോടെ ശ്രമിച്ചാൽ ഈ കുറെയെങ്കിലും ഈ വ്യവസായത്തിൽ നിൽക്കവരെ സംരക്ഷിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇതുപോലെ നിർമ്മാണം നിലച്ചു കിടക്കുകയാണ് കയർ മേഖലയിലെ മിക്ക ചെറുകിട ഫാക്ടറികളും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാകട്ടെ കഴിഞ്ഞ 10 വർഷമായി ഈ മേഖലയെ സംരക്ഷിക്കാൻ യാതൊന്നും ചെയ്തിട്ടുമില്ല. ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിബാൽ, 24. അപ്പോൾ കയർ മേഖലയുടെ അവസ്ഥ അതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയറുകൊണ്ട് വൈവിധ്യവൽക്കരണം, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്ത് അത് വിദേശ വിപണികളിലൊക്കെ എത്തിച്ച് കേരളത്തിന് വലിയ സാധ്യതകൾ ഉള്ള മേഖലയാണെന്ന് പലപ്പോഴും പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഈ പറയുന്നത് പോലെ കഷ്ടപ്പാടിൽ തന്നെയാണ് കയർ മേഖല. അതിന് ക്രിയാത്മകമായ പരിഹാരം വേണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ബജറ്റുകളിൽ എങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപിച്ചു പോയിട്ട് കൂടെ കാര്യമില്ല. അത് എല്ലാവരും ചേർന്ന് ഒരു പ്രവർത്തനം അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ? അതുപോലെ ഈ പറഞ്ഞ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ചെറുകിട നിർമ്മാതാക്കളുണ്ട്. അവർ വളരെ കഷ്ടതയിലാണ്, തകർച്ചയുടെ വക്കിലാണ് അവരെല്ലാവരും തന്നെ. അപ്പോൾ അവർക്ക് ഗുണകരമായ രീതിയിൽ എന്തുണ്ടാകും എന്നുള്ള അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ആ രീതിയിൽ എന്താണുള്ളത്? അത് കയർ നിർമ്മാണ തൊഴിലാളികൾ മാത്രമല്ല, പല മേഖലയിലുമുള്ള ചെറുകിട നിർമ്മാതാക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം ബജറ്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ഇന്നത്തെ ദിവസം അവരുടേതു കൂടിയാണ്. അവർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരുപാട് പേര് പ്രജിൻസി ഗണന ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പ്രജിൻസി ഗണന എവിടേക്ക് പറഞ്ഞു വിട്ടു എന്ന് ജയൻ നായരല്ലേ ചോദിച്ചു? അങ്ങനെ പറഞ്ഞു വിടുന്നതല്ലോ ചേട്ടാ, നമ്മളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രജിൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് കുറേ നാളായി. അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് പോയതാണ്. നമ്മൾ എപ്പോഴും നല്ല വാർത്ത പറഞ്ഞ് മോർണിംഗ് വാക്കിൽ പോകണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ഒരു അപകട വാർത്ത വരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. പത്തനംതിട്ട അടൂരിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ബൈക്ക് യാത്രികരായ അമൽ, നിശാന്ത് എന്നിവരാണ് മരിച്ചത്. വിവരങ്ങൾ ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത്. വിവരങ്ങളുമായി ശ്രീജിത്ത്, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ബൈക്ക് യാത്രക്കാരാണ് മരിച്ചത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് വിവരം ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? പറഞ്ഞ് തുടങ്ങണമെന്നുണ്ട്. പക്ഷേ എന്നും അപകട വാർത്ത തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അമൽ, നിശാന്ത് 20 വയസ്സും 23 വയസ്സുമുള്ള 2 ചെറുപ്പക്കാരാണ്. അടൂർ മിത്രപുരത്താണ് ഈ ഒരു അപകടം ഇന്നലെ രാത്രി 1 മണിയോടുകൂടി നടക്കുന്നത്. എന്തായാലും ടൂറിസ്റ്റ് ബസ്സിലാണ് ഈ യുവാക്കൾ സഞ്ചരിച്ച ഒരു പുതിയ ബൈക്കായിരുന്നു. ആ ബൈക്ക് കൂട്ടിയിടിച്ചത്. തൽക്ഷണം തന്നെ 2 യുവാക്കളും മരിക്കുകയായിരുന്നു എന്നാണ് വിവരം. നാട്ടുകാരെല്ലാവരും ചേർന്ന് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിച്ചിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട അപകട മേഖലയാണ്. അമിത വേഗതയാണ്. ബൈക്കിന്റെ അമിത വേഗത, ബസിന്റെ അമിത വേഗതയാണോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പോലീസ് സംശയം പറയുന്നുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും 2 യുവാക്കൾ മരിച്ചിരിക്കുന്നു. ഇവരുടെ മൃതദേഹം അടൂരിലെ താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ ലഭിക്കൊണ്ടിരിക്കുന്നത്.
സമയം 6:17 കമന്റ് ബോക്സിൽ നമ്മുടെ പ്രേക്ഷകർ ആക്റ്റീവാണ്. നമ്മുടെ ആശാവി സിംഗപ്പൂരിൽ നിന്ന് വീണ്ടും റീജോയിൻ ചെയ്തിട്ടുണ്ട്. വിമല എന്ന് പറയുന്ന ആൾ പറയുന്നു, കുറേ നാളായി മോർണിംഗ് ന്യൂസ് 24 കാണുന്നുണ്ട്. എൻ്റെ കുട്ടികൾ ട്വിൻസ് ആണ്, 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കും ആശംസകൾ. സീന മുഹമ്മദ്, റഷീദായെ. അപ്പോൾ ഇതിനിടയിൽ എനിക്ക് രസകരമായി തോന്നിയ ഒരു കമന്റ്, അനീഷ് റാം, അലക്സ് റാം മുഹമ്മദിന്റെ ആരെങ്കിലും ആണോ എന്നറിയില്ല, ചോദിക്കുകയാണ് ഇന്ന് എന്തായാലും വാർത്ത വായിക്കാൻ പൊടിയും കൊച്ചാട്ടിന് ഉണ്ടാവില്ല എന്ന്. പ്രജിത് സി കണ്ണനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റഷീദായെ, രാധാമണി MR കമന്റ് വായിച്ചില്ല എന്ന് പറയുന്നു. വർഗീസ്, ബാബു PV, ഷാനിബ്, ഹസീന, സീന മുഹമ്മദ്, നിർമ്മല രാജൻ, ബീന ജയ്, അങ്ങനെ ഒരുപാട് പേര് കമന്റ്സ് അയക്കുന്നുണ്ട്. കമന്റ്സ് വായിക്കുന്നത് അലക്സിന്റെ റിപ്പോർട്ടിംഗ് ഇഷ്ടമാണ്. നമ്മുടെ വാലന്റീനോ ചെറിയ മോനാണ്, അവന് അലക്സിനെ അനുകരിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ചിലർക്കൊക്കെ വലിയ സങ്കടം, അലക്സ് പാവൻ രാവിലെ എഴുന്നേറ്റ് വന്നു. അപ്പൊ ഞങ്ങളൊക്കെയോ ഞങ്ങൾ ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട്. ഇവരെല്ലാ ദിവസവും ക്രിസ്റ്റീനയും പ്രജിനും വരുന്നതാണ് അല്ലെ. നല്ലതാണ്, ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നത് നല്ലതാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ടു മോർണിംഗ് വാക്ക്. അതെ, ലോക പ്രശസ്ത എഴുത്തുകാരനായ ചാൾസ് ഡിക്കൻസിന്റെ ഓർമ്മദിനമാണ് ഇന്നെന്ന് നമ്മുടെ പ്രേക്ഷകരിൽ ഒരാൾ ഓർമ്മിപ്പിക്കുന്നു. വാർഷിക അല്ലേ അദ്ദേഹത്തിന്റെ? ഫെബ്രുവരി 7 ജന്മവാർഷികമാണ്. അതോ ഓർമ്മദിനമാണ്? അല്ല, ജന്മവാർഷികമാണെന്നാണ് എന്റെ അറിവ്. നമുക്കൊന്നും കൂടെ നോക്കാൻ വേണമെങ്കിൽ ഫെബ്രുവരി 7. ശരിയാണ്. ഓർമ്മദിനം ജൂൺ 9-നാണ്, ജന്മവാർഷിക ദിനം ഫെബ്രുവരി 7 അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചത് നന്നായി. ജന്മവാർഷികത്തിന് പിന്നെ ജന്മവാർഷിക ദിനം അത് ഓർക്കുന്നു അദ്ദേഹത്തെ. എന്തായാലും ഒരുപാടുണ്ട്. അപ്പൊ ചാൾസ് ഡിക്കൻസിന്റെ ഓർമ്മദിനം എന്നല്ല ക്രിസ്റ്റീന പറയുന്നു, ചരമവാർഷിക ദിനത്തിലാണ് നമ്മൾ ഓർമ്മദിനം എന്ന് പറയുന്നത്. ജന്മവാർഷിക ദിനത്തിന് അങ്ങനെ തന്നെ പറയുന്നു. അദ്ദേഹത്തെ ഓർക്കുന്നു ഈ ദിവസത്തിൽ. നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മൾക്കിനി മറ്റു പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് പോകാനുണ്ട്. ഇന്നലെ പാർലമെന്റിൽ വലിയ ബഹളം നടന്നു. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരെ അമേരിക്ക തിരിച്ചയച്ച രീതി, അനധികൃത കുടിയേറ്റത്തിന്റെ പേര് പറഞ്ഞ് തിരിച്ചയച്ച ആ രീതിയിൽ വലിയ ബഹളങ്ങൾ നടന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് അതിനെ ആ രീതിയിലല്ല കണ്ടത്. ആ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യം, അത് അതിന്റെ നിയമ നടപടികളാണ്, ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇന്നലെ നമ്മൾ കണ്ടു. ഇന്നും അത് തുടരാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ? അതെ, സംഭവത്തിൽ അമേരിക്കയുടെ നടപടിയെ ന്യായീകരിച്ച വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ പ്രസ്താവന തൃപ്തികരമല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വിദേശകാര്യമന്ത്രി പ്രസ്താവന നടത്തിയതിന് പിന്നാലെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തിയിരുന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടിയായി രാജ്യസഭയിൽ 1.5 മണിക്കൂറോളം സംസാരിച്ച പ്രധാനമന്ത്രി ഇന്ത്യക്കാരെയും മടക്കി അയച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാക്കുപോലും സംസാരിക്കാൻ തയ്യാറായില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ഒപ്പം മഹാകുംഭമേളയ്ക്കിടെയുണ്ടായ അപകടത്തിലും പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അപ്പോൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ നമ്മളൊക്കെ വ്യക്തിഗത ഭവന വാഹന വായ്പയൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പലിശ കൂടുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കോവിഡാനന്തരം, അതായത് കോവിഡിന്റെ സമയത്ത് ഈ പലിശയൊക്കെ ഒരു 6.5%, 6.7% ഒക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് വായ്പ എടുത്തവർ, ഫിക്സഡ് റേറ്റിൽ വായ്പ എടുത്തവർക്ക് നല്ലതായിരുന്നു. പക്ഷെ അതിനുശേഷം അങ്ങോട്ട് പലിശ നിരക്ക് ഉയരാൻ തുടങ്ങി. ഇപ്പോൾ 9.5%-ലൊക്കെ എത്തി നിൽക്കുന്നു. ഈ പലിശ നിരക്ക് കുറയുമ്പോൾ 5 വർഷമായി നമ്മുടെ രാജ്യത്ത് പലിശ നിരക്ക് കുറഞ്ഞിട്ട്. അപ്പോൾ ആ പലിശ നിരക്കിൽ ഒരു 0.5% കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ EMI കുറയുമോ എന്നൊക്കെ അറിയണം. ഇന്ന് പുതിയ റിസർവ് ബാങ്ക് ഗവർണർ ധനനയം സഞ്ജയ് മൽഹോത്ര അദ്ദേഹത്തിന്റെ ആദ്യത്തെ ധനനയം പ്രഖ്യാപിക്കുകയാണ്. നമ്മളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് EMI ഒക്കെ കുറയുമോ എന്നറിയാൻ. അപ്പോൾ റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനം എന്നാണ് 0.5% നിരക്കിലാണ് വ്യവസായ ലോകം പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് പലിശ നിരക്ക് തുടർച്ചയായ അഞ്ചാം തവണയും മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. വളർച്ചാ നിരക്ക് 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 6.4% എത്തിയതിനാൽ വളർച്ച കുറയ്ക്കാൻ RBI തയ്യാറാകുമോ എന്നുള്ളതാണ് വ്യവസായ ലോകം ഉറ്റുനോക്കുന്നത്. വിലക്കയറ്റം കുറയാത്തത് ആശങ്കയാണ്. എങ്കിലും GDP വർധനയാകും കമ്മിറ്റി അംഗങ്ങൾ പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പുതിയ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ആദ്യ നയപ്രഖ്യാപനമാണ്. അങ്ങനെ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കിൽ കുറവുണ്ടായേക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ EMIയിൽ ഒരു ചെറിയ കുറവുണ്ടാകും, ചെറിയ ആശ്വാസമൊക്കെ വരും. കാണാൻ മറക്കണ്ട, 10 മണിയാകുമ്പോൾ ബജറ്റിനൊപ്പം സൈഡിൽ കൂടെ നാഷണൽ വാർത്തകൾ കൂടെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പോവുകയാണെങ്കിൽ പാതിവില തട്ടിപ്പ്, അതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തെ ഞെട്ടിച്ച് ഇത്ര സംസ്ഥാന വ്യാപകമായ തട്ടിപ്പ് ഇത്ര വ്യാപ്തിയിൽ ചെയ്ത വ്യക്തി.
അപ്പോൾ പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ്. പ്രതിയുടെ കയ്യിൽ നിന്ന് പിടികൂടിയ ഐപാഡും പരിശോധിക്കും. ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾ സംബന്ധിച്ച് പ്രതിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയും. മൂവാറ്റുപുഴ ഡിവൈഎസ്പി അടക്കം പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന് ഇന്ന് സ്റ്റേഷനിലെത്തും. അനന്തകൃഷ്ണൻ തട്ടിപ്പിലൂടെ പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ എങ്ങനെയാണ് ചെലവഴിച്ചതെന്നും എവിടെയൊക്കെ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുമുള്ള വിവരങ്ങൾ പ്രതിയിൽ നിന്ന് പോലീസ് തേടും. പോലീസ് കണ്ടെത്തിയ ഭൂമി ഇടപാടുകൾക്കപ്പുറം കൂടുതൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിയിട്ടുണ്ടോ എന്ന വിവരവും പ്രതിയിൽ നിന്ന് ചോദിച്ചറിയും. ഇന്നലെ രാത്രി ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ പ്രതി വിസമ്മതിച്ചതായാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്ന് നടക്കുന്ന ചോദ്യം ചെയ്യലിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയും പങ്കെടുക്കും. നാളെ പ്രതിയെ തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിന്റെ ഓഫീസിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും പോലീസ് നീക്കമുണ്ട്. കസ്റ്റഡി കാലാവധി തീരും മുൻപ് പ്രതിയിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. 24 കൊച്ചി. അപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംസ്ഥാന വ്യാപകമായ തട്ടിപ്പിൽ പലരും പെട്ടുപോയത്? എന്തുകൊണ്ടാണ് ഉന്നത നേതാക്കൾ ഇതിൽ വന്നത്? ആരൊക്കെയാണ് ആ ഉന്നത നേതാക്കൾ? അവർ അബദ്ധം പറ്റി വന്നതാണോ അതോ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വന്നതാണോ? ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇന്ന് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്? ക്രിസ്റ്റീന, ഈ തട്ടിപ്പിന്റെ കാണാപ്പുറങ്ങൾ തേടുകയാണ് അന്വേഷണ സംഘം. അതിൽ പ്രധാനമായും ഇന്ന് നടക്കുക അനന്തകൃഷ്ണന്റെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പുമായിരിക്കും. ഇയാളിൽ നിന്ന് ഇത് ഏത് പശ്ചാത്തലത്തിലാണ് ഈ തട്ടിപ്പ് നടത്തിയത്, ആരെങ്കിലും ഇതിന് സഹായിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഇയാൾ പറയുന്നത് പോലെ CSR ഫണ്ട് അത് എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ അത്തരം ഫണ്ട് എത്തിയിട്ടുണ്ടോ, അക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസ് സമാന്തരമായ അന്വേഷണം നടത്തിയിരുന്നു. അതിലൊന്നും ഈ CSR ഫണ്ടിന്റെ ഒരു എലമെന്റ് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. ഇയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുമ്പോഴും അത്തരത്തിൽ ഒരു കമ്പനിയും CSR കൈമാറിയതായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു തട്ടിപ്പ് എന്നതിനപ്പുറത്തേക്ക് മറ്റു മാനങ്ങളില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. അതിലേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ടോ എന്നൊരു അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ അവരുടെ പടങ്ങൾ ഉപയോഗിച്ച് ഇയാൾ അത് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. പക്ഷേ PN രാധാകൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ ഇയാളുടെ പരിപാടിയിൽ നിരന്തരം സാന്നിധ്യമായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ, ഈ പൈസ തട്ടിപ്പ് പണം അവരുടെ അക്കൗണ്ടുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് വിശദമായ അന്വേഷണം പോലീസ് ഉറപ്പായി നടത്തും. പക്ഷേ നിലവിൽ നടത്തുന്നത് അനന്തകൃഷ്ണനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ്. ഇയാളുടെ സ്വത്ത് വിവരങ്ങൾ, ഈ എത്തിയ പണം എങ്ങോട്ടേക്ക് വകമാറ്റിയിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു, കൂടുതൽ തട്ടിപ്പുകൾ എവിടെയൊക്കെ നടത്താൻ ഉദ്ദേശിച്ചിരുന്നു, അക്കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുക. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി ലഭിച്ചിരിക്കുന്നത്. ഈ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ മറ്റ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലേക്ക് അനന്തകൃഷ്ണനെ കൈമാറേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഒരു പാൻ കേരള അന്വേഷണമായത് മാറും. ഒരുപക്ഷെ അതിനു മുൻപ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഇതുവരെ ഏകദേശം 23 പരാതികളാണ് സംസ്ഥാനത്തുടനീളം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം സംസ്ഥാന തലത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ കേസുകൾ ഇന്നും രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ സമീപകാലത്ത് കേരളം കേട്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പ് തന്നെയായിരിക്കും ഇത്. 1000 കോടി എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. പക്ഷേ അതിൽ കൂടുതലിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ്.